ഗബ്രിയുടെ പേരും പറഞ്ഞുകൊണ്ട് ജിൻഡോയും ജാസ്മിനും കൂടി വൻ വഴക്ക് കൂടി ഒരു മുട്ടൻ അടി കൂടിയിരിക്കുകയാണ് വീട്ടിനകത്ത്. നിസാര കാര്യത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ്. അവസാനം വഷളായി ജിൻഡോയും അങ്ങോട്ട് പറയുന്നു ഇഷ്ടം പോലെ, ജാസ്മിനും അങ്ങോട്ട് പറയുന്നു. ഇതിനിടയിൽ കൂടി ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രൊമോ തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഫിനാലെ അടുക്കുമ്പം കണ്ടസ്റ്റൻസിന് അവർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ നിന്നത് കൊണ്ട് നിങ്ങൾ എന്തിന് നമുക്ക് വോട്ട് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സെക്ഷൻ സാധാരണ വെക്കാറുണ്ട്. ആ ഒരു സെക്ഷനും ഇന്ന് വെച്ചിട്ടുണ്ട്. എന്താണ് ലൈവിൽ നടക്കുന്ന ജാസ്മിൻ ജിൻഡോ അടിയുടെ യഥാർത്ഥ സംഭവം, ആ പ്രൊമോ അതെന്താണ്, പുതിയതായിട്ട് വന്നിട്ടുള്ള ആ പ്രൊമോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇപ്പം തന്നെ മറക്കാതെ ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ആദ്യം ആ പ്രൊമോയുടെ കാര്യം പറയാം. ആ പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കണ്ണാടി, ഒരു വലിയ ദർപ്പണം അവിടെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് നമ്മളിവിടെ എന്തായി, ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എന്താ പറയുക ഒരു ആത്മസംയമനം അല്ലെങ്കിൽ ആത്മവിശ്വാസം ഒക്കെ നമ്മൾ കണ്ണാടി നോക്കി സംസാരിക്കാറില്ലേ. ഞാനിന്ന് അങ്ങനെ ചെയ്തു, നീ സൂപ്പറായിട്ട് ചെയ്തു, അടിപൊളിയാണ് നീ എന്നൊക്കെ നമ്മൾ സ്വയം പറയാറില്ലേ. അതുപോലെ തന്നെ ആ കണ്ണാടി നോക്കി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ളത്, നമുക്കിവിടെ എന്ത് തോന്നി, നമ്മളെക്കുറിച്ച് ഇവിടെ വന്ന സീറോയിൽ നിന്ന് ഇന്നിപ്പോൾ ഹീറോ ആയി നിൽക്കുമ്പോൾ എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ കൊണ്ടും പറയിക്കുന്നതാണ് ആ ഒരു ടാസ്ക്. ഈ ടാസ്ക് എന്തിനു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എപ്പിസോഡ് എയർ ചെയ്യുമ്പം നമുക്ക് എന്തിന് പ്രേക്ഷകർ വോട്ട് തരണം. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളെല്ലാവരും എഴുതി കാണുന്നത് പോലെ തന്നെ അവർ കണ്ണാടി നോക്കിയിട്ട് ജിൻഡോ പറയുന്നുണ്ട്, ശ്രീതു പറയുന്നുണ്ട്. ഇത് രണ്ടുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്, ഇവിടെ ഞാൻ എത്തി, എന്നിട്ട് ഞാൻ ഇങ്ങനെ കളിച്ചു, അവിടെ നിന്ന് ഞാൻ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തു, ഇതെല്ലാം ചെയ്തു, ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ എനിക്ക് വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ ഫിനാലെ വീക്കിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. എന്തുകൊണ്ട് നമ്മളെ നിങ്ങൾ വിജയിപ്പിക്കണം, എന്തിന് നമുക്ക് വോട്ട്, നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ പറയത്തില്ലേ വോട്ട് തരാൻ സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, നമ്മളത് ചെയ്യും ഇത് ചെയ്യും. അതുപോലെ നമ്മൾ എന്തിവിടെ ചെയ്തു, എന്തിന് നമ്മളെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം, അല്ലെങ്കിൽ വോട്ട് ചെയ്ത് മുന്നോട്ട് നിങ്ങൾ കൊണ്ടുവരണം. അതിന് കാരണം ഇതാണ്, എനിക്ക് മുന്നോട്ട് വരണം, ഇന്ന കാരണങ്ങളുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു സെക്ഷനാണ് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു സെക്ഷൻ. ഇനി ജാസ്മിൻ ജിൻഡോ അടിയിലേക്ക് വരാം. ജാസ്മിൻ, ജിൻഡോ, അഭിഷേക്, സായി, ഋഷി ഇവരെല്ലാവരും പവർ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ ചുമ്മാ ഇരുന്നിട്ട് പറയാണ്, ഗബ്രിയെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗബ്രിയെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആരോ പറയുന്നുണ്ട്, ആ ജിൻഡോ ചേട്ടനെ വിളിച്ചോ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് അടി തുടങ്ങുന്നത്. അപ്പം ജാസ്മിൻ പറഞ്ഞത് അയ്യോ എനിക്ക് വേണ്ടായേ എന്ന് പറയുന്നിടത്ത് വെച്ചിട്ടാണ് ജിൻഡോ വേണ്ട, അതെല്ലാം മനസ്സിൽ വെച്ചിരുന്നാൽ മതി, മനസ്സിലിരുന്നോട്ടെ അതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു വീട്ടിൽ. അപ്പം ഒരൊറ്റത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടായേ എന്ന് പറഞ്ഞു. അത് കേട്ടതും ജിൻഡോയ്ക്ക് പൊട്ടി. അപ്പോൾ ജിൻഡോ വേണ്ട, ആ ഐഡിയ ഒന്നും വേണ്ട, അമ്മാതിരി ഐഡിയ ഒക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിനെ ഇഷ്ടം പോലെ ജിൻഡോയെ പറഞ്ഞു, ജിൻഡോയും തിരിച്ച് ഇഷ്ടം പോലെ ജാസ്മിനെ പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പറഞ്ഞു. അതായത് നിങ്ങൾക്കിവിടെ വല്ലതും അറിയാമോ, നിങ്ങളിവിടെ നുണയാണ് പറയുന്നത്, നിങ്ങളിവിടെ എന്താണ് കാണിച്ചത്, ഇവിടെ കൂട്ടയടി കാണിക്കുന്നു, അപ്സര ഇവിടെ നിന്ന് ഔട്ടായപ്പോൾ നിങ്ങൾ കരഞ്ഞിട്ട് അപ്സര ഇറങ്ങിയപ്പോൾ അപ്സര അപ്പുറത്തും ഇപ്പുറത്തും പോയി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ, നിങ്ങളെക്കാളും അത്രയും തരം താന്ന ആളല്ല ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളിവിടെ കാണിക്കുന്ന പല കാര്യങ്ങളും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ജിൻഡോയെ തീർത്ത് വെച്ചു. എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, ഞാൻ ആരെ മിസ് ചെയ്യുന്നു, ഞാൻ എങ്ങനെ പോകണം, എൻ്റെ വാപ്പ അമ്മ എൻ്റെ അടുത്ത് എന്ന് സംസാരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ തലയിട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ പറയാനുള്ളത് അത്രയും പറയുന്നു. ജിൻഡോ ആദ്യം കുറേ തവണ തിരിച്ചു പറയുന്നു, ആടി അതേടി അവൻ അങ്ങനെ ആടി, നീ അതിന് ചെയ്തില്ലേടി, നീ ചെലോ, നീ എല്ലാം പെർഫെക്റ്റ്. കുറേ ഒരു പകുതി കഴിയുമ്പോൾ ജിൻഡോ പിന്നെ ജാസ്മിൻ പറയുന്നത് ഒന്നും തിരിച്ച് പറയാതെ, ആടി ഞാൻ തെറ്റുകാരനാ, ഞാൻ നുണ പറയുന്നവനാ, അതെൻ്റെ ക്വാളിറ്റി ആടി, നീ പെർഫെക്റ്റ്, നീ വലിയ മഹതി, നീ വലിയ അത്, നീ വലിയ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നല്ല പൊരിഞ്ഞ അടിയാണ്. ഈ പറയുന്ന ഗബ്രിയുടെ ടോക്കും പറഞ്ഞ് തുടങ്ങുന്ന അടിയാണ്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഷേക്, സായ്, ഋഷി ഒരക്ഷരം ഉണ്ടെന്നില്ല. ഇവർ കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ജാസ്മിനും ജിൻഡോയും കൂടി യമണ്ടർ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ രണ്ടുപേരും ഒരാളുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റത്തില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും തുടക്കം മുതലുള്ള കാര്യം ജാസ്മിൻ എടുത്ത് പറയണം. മറ്റേ പണ്ടത്തെ നോറയോടും ശരണ്യയോടും നിങ്ങൾ പോയി പറഞ്ഞില്ലേ ഗബ്രിയെ മറ്റത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ അതിനകത്ത് കയറി ഡ്രസ്സിംഗ് റൂമിൽ കയറി അത്ര നിങ്ങളുടെ അമ്മയെ കൊണ്ട് കള്ളസത്യം ഇട്ടില്ലേ
എന്ന് ചോദിച്ചുകൊണ്ട് ജാസ്മിൻ ജിൻഡോയെ ക്വസ്റ്റ്യൻ ചെയ്ത് ജിൻഡോ ഞാൻ പറഞ്ഞിട്ടില്ല, വീണ്ടും വന്നു ഞാൻ പറഞ്ഞിട്ടില്ല, നീ പറയുന്നത് ശരിയാടി, ആടി ഞാൻ തോറ്റടി, ഞാൻ തോറ്റ, നീ പറയുന്നത് തന്നെ ശരി, നീ പറയുന്നതാണ് ശരി, ഞാൻ എല്ലാ അർത്ഥത്തിലും തോറ്റവനാണ്, അതെ ഞാനൊരു കഴിവില്ലാത്തവനാണ്, ഞാൻ മണ്ടനാണ്, നീ പറയുന്ന പോലെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ വലിയ മഹതി, നിനക്ക് ആ ക്വാളിറ്റി ഉണ്ട്, നിനക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നിനക്ക് പലരെയും വെട്ടി വീഴ്ത്താൻ പറ്റും. അപ്പോൾ ജാസ്മിൻ എടോ വല്ലതും പറയാനുണ്ടെങ്കിൽ താനത് വ്യക്തമായിട്ട് എന്നോട് പറ, അല്ലാതെ ഇങ്ങനെ ഞഞ്ഞാ വിഞ്ഞാ കൊഞ്ഞനം കുത്തിയുള്ള വർത്താനം പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ വീണ്ടും അങ്ങോട്ട് ജിൻഡോയെ പറയാൻ തുടങ്ങി. ഇവർ പറഞ്ഞു ഒരിടത്ത് കൊണ്ട് നിർത്തുന്നു, പറഞ്ഞു ഒരു വിധമാകുമ്പോൾ ഒരിടത്ത് കൊണ്ട് നിർത്തും, വീണ്ടും ഒരു 2 മിനിറ്റ് ബ്രേക്ക് ഇടും. തീർന്നോ? ഇനി വല്ലതും പറയാനുണ്ടോ? ജാസ്മിൻ പറഞ്ഞു ഇനി വല്ലതും പറയാനുണ്ടോ? തീർന്നല്ലോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജിൻഡോയ്ക്ക് വീണ്ടും പൊട്ടും. ജിൻഡോ പറയണം നീ മര്യാദയ്ക്ക് നിൻ്റെ കാര്യം നോക്കി അവിടെ ഇരി. അപ്പം ജാസ്മിൻ എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം, നിങ്ങൾ വന്ന് എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, എൻ്റെ വാപ്പായും എൻ്റെ ഉമ്മായും എൻ്റെ അടുത്ത് എന്ത് കാര്യം വന്ന് പറഞ്ഞു എന്ന് എനിക്കല്ലേ അറിയാവൂ, അവരുടെ അടുത്ത് ഇനിയിപ്പോൾ ഞാനൊരാളെ എങ്ങനെ സ്നേഹിക്കാനാണെങ്കിലും ഞാനത് മരണം വരെ സ്നേഹിക്കും, ഇനി എന്തെല്ലാം പറ്റിക്കഴിഞ്ഞാലും ഒരാളെ സ്നേഹിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മരണം വരെ സ്നേഹിക്കും, എനിക്കിവിടെ ആരുടെയും യാതൊരുവിധ ആവശ്യവുമില്ല, നിങ്ങൾ ആരും ആ കാര്യങ്ങൾ തിരക്കേണ്ട കാര്യവുമില്ല, അതെല്ലാം എൻ്റെ തീരുമാനമാണ്, എൻ്റെ വാപ്പ ഉമ്മ പറഞ്ഞത് എനിക്ക് എന്താണെന്ന് നല്ലതുപോലെ അറിയാം, നിങ്ങൾ കൂടുതൽ വന്ന് ഇങ്ങോട്ട് തിരക്കണ്ട, തൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഞാൻ വന്ന് അങ്ങോട്ട് തിരക്കിയോ? ജാസ്മിൻ ചോദിക്കുന്നു. ജാസ്മിൻ പക്ഷേ പട്ട ക്വസ്റ്റ്യൻ ഇങ്ങനെ അടുക്കി ഫ്രെയിം ചെയ്ത് ചോദിക്കുകയാണ്. ജിൻഡോക്ക് ഇത്രമാത്രം ക്വസ്റ്റ്യൻസ് ഇല്ല കയ്യിൽ, പക്ഷേ ജിൻഡോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ ചോദിച്ച് വരികയാണ്. പക്ഷേ ജാസ്മിൻ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഇതിന് മറുപടി പറയാതെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 2 പേര് ചോദിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇവർ കറക്റ്റ് ഒരു സംവാദം പോലൊരു വേളയിൽ വന്നിരുന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നെങ്കിൽ 2 പേർക്കും ക്ലിയർ ആയിരുന്നു. അപ്പം നീ ഇവിടെ ഒരു നുണയും പറഞ്ഞിട്ടില്ലേ? അപ്പം ജിൻഡോ പറയാണ് അത് ഞാനിവിടെ നുണ പറഞ്ഞിട്ടുണ്ട്, അതെ അതെൻ്റെ ക്വാളിറ്റിയാണ്, ഞാൻ നുണ പറയുന്ന മനുഷ്യനാണ്, ഞാൻ അങ്ങനെയാണ്, നീ ഇവിടെ ഒന്നും പറയാത്ത മഹതിയാണ്. അപ്പം ജാസ്മിൻ വീണ്ടും നിങ്ങൾ പറയും പോലെ ഞാൻ പറഞ്ഞിട്ടില്ല, ആരെയും തമ്മിൽ കൂട്ടയടി ഉണ്ടാക്കാൻ ഞാൻ നോക്കിയിട്ടില്ല, ഇവിടെ കേൾക്കുന്ന കാര്യം അപ്പുറത്ത് പോയി പറഞ്ഞിട്ടില്ല, ലാലേട്ടൻ്റെ മുമ്പിൽ പോലും താൻ കള്ളം പറഞ്ഞു, അതെ താൻ കള്ളം പറഞ്ഞു ലാലേട്ടൻ്റെ മുമ്പിൽ പോലും, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, നിനക്കിനി ഞാൻ പറഞ്ഞെന്ന് സമ്മതിക്കണോ? ഞാൻ സമ്മതിച്ചു, ഞാൻ തോറ്റു, നിന്റെ കൂടെ ഒരു അടിക്ക് ഞാനില്ല, അത് നിങ്ങൾക്ക് ഉത്തരവില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എനിക്ക് ഉത്തരവില്ല, ഞാൻ നിന്റെ മുമ്പിൽ അടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിനക്കെന്ത് വേണം? അടി ഉണ്ടാക്കണോ? കണ്ണനുണ്ടാക്കണോ? ഓക്കെ, ഞാൻ തോറ്റവനാണ്, ഞാൻ അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണ്, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇത് തന്നെ ആദ്യം മുതലുള്ള സംഭവം ജാസ്മിൻ എടുത്തിടുകയാണ്. ജിൻഡോ പറയുന്നുണ്ട് നീ ഇവിടെ പല കാര്യങ്ങളും പലയിടത്തും പോയി പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യം ഞാൻ പറഞ്ഞു പറ, ഇപ്പം എനിക്ക് കേൾക്കണം. അപ്പോൾ ജിൻഡോ അതേടി നീ ഇപ്പം എന്താ? ജിൻഡോ അതിന് മറുപടി കൊടുക്കുന്നില്ലേ? അതെ ഞാൻ തെറ്റുകാരനാണ്, നിനക്ക് അത് തെളിയിക്കണം, അതെ ഞാൻ തെറ്റുകാരൻ, നീ തെളിയിക്ക്, ഞാൻ തെറ്റുകാരൻ തന്നെ. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത അടിയാണ്. നോക്കാം അടുത്ത ലൈവിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന്. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.